ജനങ്ങളെ, നിങ്ങളെല്ലാവരും നിത്യവും ജപമാല ഉപയോഗിച്ചിട്ട് ജപിക്കുന്നവരാണ്. 108 പ്രാവശ്യം നിങ്ങൾ ജപിക്കുന്നുണ്ട് മാലയിൽ. എന്നാൽ ഈ 108ൻ്റെ രഹസ്യം എന്താണെന്ന് എത്ര പേർക്കറിയാം? 108ൻ്റെ രഹസ്യം എന്താണെന്ന് എത്ര പേർക്കറിയാം? അധിക ആളുകൾക്കും ധരിച്ചു വച്ചിരിക്കുന്നത്, അതായത് പരശുരാമൻ 108 ശിവക്ഷേത്രങ്ങളുണ്ടാക്കി, 108 ദേവീക്ഷേത്രങ്ങളുണ്ടാക്കി എന്നെല്ലാമാണ് പലരുടെയും തെറ്റിദ്ധാരണ. എന്നാൽ അത് അങ്ങനെയല്ല. അതായത് ഈ 108 ജപമണിയുടെ കൂടെ ഒരു മണി വേറെ ഉണ്ട്, 109ാമത്തെ മണി. ഈ 9ാമത്തെ മണി ആണ് ഈ മേരു എന്നാണ് പറയുന്നത്. മേരു എന്ന് പറഞ്ഞാൽ മേരു പർവ്വതം ആണത്. അതായത് ആ ജ്യോതിഷ നിയമപ്രകാരം, ജ്യോതിഷശാസ്ത്രപ്രകാരം ആകാശഗംഗയിൽ 27 നക്ഷത്രങ്ങൾ, അശ്വതി തൊട്ട് രേവതി വരെ 27 നക്ഷത്രങ്ങളാണുള്ളത്. ഈ 27 നക്ഷത്രങ്ങളുടെ ഒരു മാല ആകാശഗംഗയിൽ സദാ നേരവും ഈ മേരുപർവ്വതത്തെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ മേരുപർവ്വതത്തെ ചുറ്റിക്കൊണ്ട് ഇരുന്നിട്ട് അപ്പം, അതായത് വടക്ക് നിന്ന് കിഴക്കോട്ട് 27 നക്ഷത്രങ്ങൾ, കിഴക്ക് നിന്ന് തെക്കോട്ട് 27 നക്ഷത്രങ്ങൾ, തെക്ക് നിന്ന് പടിഞ്ഞാറോട്ട് 27 നക്ഷത്രം, ഈ പടിഞ്ഞാറ് നിന്ന് വീണ്ടും വടക്കോട്ട് 27 നക്ഷത്രം. അപ്പോൾ അങ്ങനെ ഒരു പ്രദക്ഷിണം പൂർത്തിയാവുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ജപമാല കയ്യിലെടുത്തിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മേരു തൊട്ട് രണ്ടാമത് മേരു വരുന്നവരെ ഒരു പ്രദക്ഷിണം പൂർത്തീകരിച്ചു. ഇതാണ് ഈ 108ൻ്റെ രഹസ്യം. അല്ലാതെ പരശുരാമനോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലോ ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ സദാ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ നിങ്ങളും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഹരി ഓം. സ്വാമി പ്രഭാനന്ദഗിരി.